തട്ടിപ്പിൽ ജനങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കേൾക്കാം. വോയിസ് ഓഫ് ദ പീപ്പിൾ, പൊതുജനം സ്പീക്കിംഗ്. സർക്കാർ ജീവനക്കാരായ ചില ആൾക്കാർ പെൻഷൻ വാങ്ങും. അപ്പൊ അവരുടെ പേരോ കാര്യങ്ങളൊന്നും തന്നെ സർക്കാർ പുറത്തേക്ക് വിടുന്നില്ല. എന്തായിരിക്കും അതിലൊരു കാരണമായിട്ട്? അത് ശരിയാണോ? അത് ശരിയാന്നുള്ള അഭിപ്രായം ഇല്ല. പുറത്ത് വിടേണ്ടതാണ്. ജനങ്ങളെ മുമ്പിൽ ഇത്തരം അനീതി എന്ത് ചെയ്താലും ചോദ്യം ചെയ്യപ്പെടുന്നതും അവരെ പേരിൽ നടപടി എടുക്കേണ്ടതുമാണ്. സർക്കാർ കാര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ സാധാരണക്കല്ലേ, പാവപ്പെട്ടവർക്ക് കിട്ടുന്ന സാധനമാണെന്നില്ല പുറത്ത് പോകുന്നു. അവരൊരു സ്വന്തം തന്നെ എഴുതിയെടുത്താൽ പിന്നെ വേറെ കാര്യം എന്നാ? പെൻഷൻ കിട്ടണ്ടാക്കി പെൻഷൻ കിട്ടുന്നുണ്ടാ? അവരെ പേര് പുറത്ത് പോകണം, അതാ വേണ്ടത്. വിടാതിരിക്കുന്ന പല സമ്മർദ്ദങ്ങളുണ്ടാവും. പൊതുജനങ്ങളോട് ചെയ്യുന്നത് തെറ്റാത്. കാരണം പൊതുജനങ്ങളുടെ പണമാണ് ഖജനാവിലെ കിട്ടുന്നത്. കള്ളന്മാരെ മുഴുവൻ പിടിക്കണം. ഇങ്ങനെയുള്ള തട്ടിപ്പ് ചെയ്യുന്നവരെ മുഴുവൻ കള്ളക്കേസിലാണ് പിടിക്കേണ്ടത്. മോഷണ കേസിലാണ് പിന്നെ പ്രതിയാക്കേണ്ടത്. അവർക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് അവരടിക്കാൻ പോകും. അവർക്ക് കിട്ടുന്നുണ്ടാവില്ലായിരിക്കും, അതുകൊണ്ടായിരിക്കും അടിക്കുന്നുണ്ടാവും. പക്ഷെ സർക്കാർ നോക്കണ്ടേ ഇതെങ്ങനെയാണ് ഇവർ സർക്കാർ ജീവനക്കാർ വാങ്ങുന്നത്. ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാർ അവരുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ അതിൻ്റെ കാര്യങ്ങൾ നീക്കുന്നു. ഇവരെ സ്വന്തക്കാരൊന്നും പറയാൻ പറ്റില്ല. ഇപ്പോൾ ലീഗിൻ്റെ കോട്ടയ സ്ഥലങ്ങളിലല്ലേ ഏറ്റവും കൂടുതൽ പെൻഷൻ വാങ്ങുന്നത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ. ഗവൺമെൻറ്റിനെ ഇടപെടാൻ പറ്റില്ല. ഗവൺമെൻറ് ഈ പെൻഷൻ എഴുതി കൊടുക്കുന്നത് ഓരോ ജില്ലാ തലത്തിലും ഇവിടുത്തെ പ്രാദേശിക തലത്തിലാണ്. സർക്കാർ തന്നെ ജീവനക്കാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഇന്ന് ജീവിക്കുന്നത് തന്നെ. ഇന്ന് കൊള്ളയടിക്കലാണ് ജീവിതം. സാധാരണക്കാരനെ എത്രമാത്രം കൊള്ളയടിക്കാൻ കഴിയോ? എന്നും കൂലിപ്പണി എടുക്കുന്നവനാ ലോട്ടറി എടുത്തിട്ടോ അല്ലെ വെള്ളം അടിച്ചിട്ടോ ഓരോ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ജീവിക്കുന്നത്. ജീവനക്കാർക്ക് ഇനി എത്ര കിട്ടിയാലും അവരെ ആർത്തി തീരൂല. ആർത്തി അവർക്ക് 1,00,000 ഉറുപ്പ്യ, ഒരു 2,00,000 ഉറുപ്പ്യ എന്ന് കിട്ടിയാലും 1,000 ഉറുപ്പ്യ അവർക്ക് ഒരു പെൻഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ അതും കൂടി അടിക്കാന്ന് ഉദ്ദേശിക്കുന്നതാണ് സർക്കാർ ജീവനക്കാർ. സർക്കാർ വിടും, അതിൻ്റെ അന്വേഷണം നടക്കുകയല്ലേ. അപ്പം അതെങ്ങനെയാണെന്നുള്ള നടപടി സർക്കാർ പുറത്തു വിടാതിരിക്കൂല. അല്ലാതെ പുറത്ത് അറിയണമല്ലോ, ജനങ്ങൾ അറിയണ്ടേ? അതല്ല അതിൻ്റെ ഇത്. അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവരെ സംരക്ഷിക്കുന്നതിന്റെ കാരണം അത് അറിയില്ല, അതൊന്നും അതാ മനസ്സിലാവാത്തത്. പൊതുജനത്തിന് അങ്ങനെ അഭിപ്രായമൊന്നുമില്ല. നിങ്ങളുടെ ഫോർത്ത് സ്റ്റേറ്റാണ് അത് മുമ്പോട്ട് കൊണ്ടുവരാനുള്ള ഉത്തരവാദിത്വം. സമൂഹത്തിന് അങ്ങനെ ഒരാളെ കീഴിലായിട്ട് ആരോപണം കൊടുക്കാൻ പറ്റില്ലല്ലോ. അല്ല, ആരും കുറ്റം ചെയ്താലും അത് പുറത്തു വരണമല്ലോ. കുറ്റം ചെയ്തവർ പുറത്തു വരണം, അതാണ് നമ്മുടെയും